ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ടോർ പോലെയുള്ള സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തിട്ടാണ് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്നത്. മാത്രമല്ല ഡാർക്ക് വെബിൽ എല്ലാ ഡാറ്റാസും ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡാർക്ക് വെബ് യൂസ് ചെയ്യുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ളൊരു പ്രവൃത്തിയല്ല. ഡാർക്ക് വെബിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡാർക്ക് വെബിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. നമ്മൾ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനനുസരിച്ചാണ് അത് ലീഗലും ഇല്ലീഗലും ആവുന്നത്. നമുക്ക് ടോർ ഉപയോഗിച്ചിട്ട് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ സിസ്റ്റത്തിന് കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല. ഡാർക്ക് വെബ് ആക്സസ് ചെയ്തു എന്ന് കരുതി നമ്മുടെ സിസ്റ്റത്തിന് കംപ്ലയിൻ്റോ മറ്റു കാര്യങ്ങളോ വരികയൊന്നുമില്ല. നമ്മൾ അതിൽ നിന്ന് എന്ത് ഡൗൺലോഡ് ചെയ്യുന്നു, എന്ത് എടുക്കുന്നു എന്നുള്ളതിനാണ്. ഇപ്പോൾ നമ്മളൊരു ഹാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വൈറസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഒരു പുതിയ വൈറസ് ഇറങ്ങി അത് ഡാർക്ക് വെബിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ വൈറസ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതൊരു പക്ഷേ നമ്മുടെ സിസ്റ്റം മുഴുവൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈപ്പർവൈസർ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അതിലേക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതെന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന രീതിയാണ് ഏറ്റവും മികച്ചത്. അത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ്. നമുക്ക് ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും ഡാർക്ക് വെബിൽ കിട്ടും. ഇതൊക്കെ വായിച്ച് നോക്കാനാണ് നമ്മൾ കയറുന്നതെങ്കിൽ നമുക്കതെങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ള ഒരു അറിവ് മാത്രം മതി. ഓക്കെ, പിന്നെ ഇതുപോലെയുള്ള വൈറസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക ലൈക്ക് സൈബർ സെക്യൂരിറ്റി റിസർച്ച് ചെയ്യുന്നവർ പോലുള്ള ആൾക്കാരാണ്. സോ അവർക്കതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. നമ്മൾ കയറിയൊരു ന്യൂസ് വായിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിലൊന്നും സംഭവിക്കാനൊന്നും